ആ ദിവസം എത്രയും പെട്ടെന്ന് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇ ഡിയുടെ കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ നടത്തിയതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇനിയും ഇ ഡി വിളിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീണ വിജയനെ പുറത്തേക്ക് അയച്ചത്. ആദ്യഘട്ടത്തിൽ 9 മണിക്കൂർ 8.5 മണിക്കൂർ അധികം ചോദ്യം ചെയ്തു. കഴിഞ്ഞ ദിവസവും 8.5 മണിക്കൂറാണ് വീണ വിജയനെ ചോദ്യം ചെയ്തത്. ഈ 8.5 മണിക്കൂർ കൊണ്ട് ഏകദേശം 2 ദിവസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 256-ലധികം ചോദ്യങ്ങളാണ് വീണയോട് ചോദിച്ചത്. 256 ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഈ സാഹചര്യത്തിലാണ് നിലവിൽ 256-ലധികം ചോദ്യങ്ങൾ ചോദിച്ചും കൃത്യമായ മറുപടി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ വീണ വിജയനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ ഏത് നിമിഷവും ഇ ഡി ഇറങ്ങിത്തിരിക്കുമെന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ അന്വേഷണം കൂടുതൽ വിപുലമാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള 1ാം സർക്കാരിന്റെ കാലഘട്ടത്തിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഇ ഡിയുടെ നീക്കം. വീണ വിജയന് CMRLുമായി കരാർ ലഭിച്ച എങ്ങനെയാണെന്നതിനെ കുറിച്ചും പിണറായി ഭരണകാലത്ത് CMRLന് സർക്കാർ തലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുമാണ് ഇ ഡി പ്രധാനമായും പരിശോധിക്കുന്നത്. 9 മണിക്കൂർ നീണ്ട 2ാം വട്ട ചോദ്യം ചെയ്യലിന് ശേഷവും വീണയുടെ മൊഴികളിൽ കാര്യമായ പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട്. താൻ നൽകിയ സേവനങ്ങൾക്ക് പകരമായാണ് തുക കൈപ്പറ്റിയതെന്ന് വീണ ആവർത്തിക്കുമ്പോഴും അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇ ഡി അന്വേഷണം കൂടുതൽ ഗൗരവകരമായ തലത്തിലേക്ക് മാറ്റുന്നത്. അടുത്തയാഴ്ച വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ തീരുമാനം. പ്രധാനമായും കരാർ ലഭിച്ച സാഹചര്യമാണ് ഇ ഡി പരിശോധിക്കുന്നത്. CMRLും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് കേവലം ഒരു വാണിജ്യ കരാർ മാത്രമാണോ അതോ ഭരണസ്വാധീനം ഉപയോഗിച്ച് ലഭിച്ചതാണോ എന്നതാണ് അന്വേഷണ ഏജൻസിയുടെ സംശയം. കരാർ ഉറപ്പിക്കുന്നതിൽ ആ സമയത്തെ സർക്കാരിന്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് ഇ ഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. CMRLിൽ നിന്ന് കൈപ്പറ്റിയ 2.78 കോടി രൂപ എങ്ങനെയാണ് വിനിയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നതിൽ വീണ പരാജയപ്പെട്ടതും കേസിലെ നിർണായക വഴിത്തിരിവാണ്. യാതൊരുവിധ സേവനങ്ങളും നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൈപ്പറ്റിയ തുകയ്ക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണ് എന്ന് ഇ ഡി കണക്ക് കൂട്ടുന്നുണ്ട്. ഈ തുക എവിടെ ചെലവഴിച്ചു എന്നതിൽ വ്യക്തത വരാത്തത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് CMRLന് ലഭിച്ച ആനുകൂല്യങ്ങളും വീണയുടെ കമ്പനിക്ക് ലഭിച്ച കരാറും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇ ഡി പരിശോധിക്കും. ഭരണപരമായ തീരുമാനങ്ങൾ വഴി CMRLന് ലാഭമുണ്ടാക്കി കൊടുക്കുകയും അതിന്റെ പ്രത്യുപകാരമായി മകളുടെ കമ്പനിക്ക് മാസപ്പടി നൽകുകയുമായിരുന്നുവോ എന്നതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല ഇത്തരത്തിൽ വലിയൊരു കുഴപ്പത്തിൽ വലിയൊരു ഏടാകൂടത്തിൽ വീണ പെടുമ്പോഴും കഴിഞ്ഞ ദിവസം MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ മുഖത്തെ ആ പുഞ്ചിരി കാരണമായിരുന്നു. തീർച്ചയായിട്ടും പുഞ്ചിരിക്കാതെ വല്ലാണ്ട് വിഷമത്തോടു കൂടി ഇരുന്നാൽ മാധ്യമങ്ങൾ അത് വളരെ വേദനയോടുകൂടി റിയാസ് ഇരിക്കുന്നു എന്ന് പറയും. പക്ഷേ വളരെ പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഇത്രയും ഈ ഒരു വേദന നിമിഷത്തിലും ഭാര്യ നിൽക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണ വിജയൻ പെടാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. വീണ വിജയൻ അറസ്റ്റിൽ എന്ന വാർത്ത കേൾക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി. പക്ഷേ ഭർത്താവിനൊക്കെ വലിയ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ വലിയ സന്തോഷമാണ് എന്ന് നമുക്ക് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ പറയേണ്ടി വരും. എന്തായാലും ഇത് തെളിയിക്കപ്പെട്ടാൽ പിണറായി വിജയൻ നേരിട്ടോ അല്ലാതെയോ വലിയൊരു കുരുക്കിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇ ഡി പിടിച്ചെടുത്ത 134 രേഖകളും വീണയുടെ മൊഴികളും തമ്മിൽ വലിയ പൊരുത്തക്കേടാണ് ഉള്ളത്. രേഖകൾ കാണിച്ച് ചോദിക്കുമ്പോൾ വീണ ഒഴിഞ്ഞു മാറുന്നത് കേസിൽ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ടെന്നതിന്റെ തെളിവായാണ് ഇ ഡി വിലയിരുത്തുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഇത്തരമൊരു അന്വേഷണം ശക്തമാകുന്നത് ഭരണപക്ഷമായ VD സതീശൻ സർക്കാരിനെ സംബന്ധിച്ചും വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. CMRLിൽ നിന്ന് പണം വാങ്ങിയ ശേഷം അത് ഏതെങ്കിലും രീതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് എന്നും മറ്റ് ബിസിനസ് ഇടപാടുകളിൽ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഇ ഡി അന്വേഷിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളിലേക്ക് ചോദ്യം ചെയ്യൽ നീളുമെന്നും കേസ് പിണറായിയുടെ കുടുംബത്തിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിന് തന്നെ വലിയ തിരിച്ചടിയാകുമെന്നുമാണ് സൂചന. ഇതൊരു സാധാരണ കരാർ ലംഘനമല്ലെന്നും ആസൂത്രിതമായ അഴിമതിയാണെന്നും ഇ ഡി ഉറച്ചു വിശ്വസിക്കുന്നു. സേവനം നൽകിയിട്ടില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ലഭിച്ച തുക മാസപ്പടി തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഇതിനായി മുൻ സർക്കാരിന്റെ കാലത്തെ എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും ഇ ഡി പരിശോധനയ്ക്ക് വിധേയമാക്കും. കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുമ്പോഴും നിയമപരമായ തെളിവുകൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞേക്കില്ല.
വീണയുടെ ഓരോ മൊഴിയും ഇ.ഡി. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ മൊഴികൾ മുൻ സർക്കാരിന്റെ കാലത്തെ തീരുമാനങ്ങളുമായി ഒത്തുനോക്കി അഴിമതിയുടെ ആഴം വ്യക്തമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. അടുത്തയാഴ്ച നടക്കുന്ന 3ാം ഘട്ട ചോദ്യം ചെയ്യലിൽ കൂടുതൽ വ്യക്തമായ തെളിവുകളുമായി ഇ.ഡി. രംഗത്ത് ഇറങ്ങും. പിണറായി വിജയന്റെ മകൾ എന്ന ലേബലിൽ നിന്ന് മാറി ഒരു അഴിമതി കേസിലെ മുഖ്യപ്രതി എന്ന നിലയിലാണ് വീണയെ ഇ.ഡി. കാണുന്നത്. ഈ അന്വേഷണം പിണറായി സർക്കാരിന്റെ കാലത്തെ അഴിമതികളുടെ ഒരു പരമ്പര തന്നെ തുറന്നു കാട്ടുമോ എന്ന് കാത്തിരുന്നു കാണാം. മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യും. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ നടന്ന 2ാം ഘട്ട മാരത്തൺ ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴികളിൽ കടുത്ത അവ്യക്തതയും പൊരുത്തക്കേടുകളും കണ്ടെത്തിയതിനെ തുടർന്നാണ് 3ാം ഘട്ട ചോദ്യം ചെയ്യലിന് ഇ.ഡി. തയ്യാറാകുന്നത്. വരും ദിവസങ്ങളിൽ വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കുമെന്നാണ് അന്വേഷണ ഏജൻസിയിൽ നിന്നുള്ള സൂചനകൾ. കഴിഞ്ഞ വ്യാഴാഴ്ച കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിൽ ഭർത്താവും എം.എൽ.എയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ഹാജരായത്. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ 10 മണിക്കൂറോളം നീണ്ടുനിന്നു. മുൻപ് ജൂൺ 17-നും ഇ.ഡി. വീണയെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ആദ്യഘട്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ നൽകിയ മൊഴികളും മറ്റ് പ്രതികളുടെ മൊഴികളും ഇ.ഡി. വിശദമായി വിശകലനം ചെയ്തിരുന്നു. ഇതിൽ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് വീണയോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO ഈ കേസിൽ ശേഖരിച്ച 134 നിർണായക രേഖകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കോടതിയുടെ അനുമതിയോടെ ഇ.ഡിക്ക് കൈമാറിയിരുന്നു. ഈ ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ.